കാലാതീതനാണ് MD വാസുദേവൻ നായർ എന്ന പ്രതിഭ. വാക്കുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച അദ്ദേഹത്തെ വരച്ചിടാൻ വാക്കുകളൊന്നും പോരെന്നും അറിയാം. ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ അക്ഷരപ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ്. ഇനി MD ഇല്ലാത്ത കാലം, രണ്ടാമതൊരൂഴത്തിനും അവസരമില്ല. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സർവ്വരൂപങ്ങളിലും മുദ്ര പതിപ്പിച്ച MD പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി അറിയപ്പെടുന്ന നിർമാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആചരിച്ചു. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണയും ലഭിച്ചിട്ടുണ്ട്. 1933 പൊന്നാനി താലൂക്കിലെ കൂടലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MD വാസുദേവൻ നായർ ജനിച്ചത്. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമാരനെല്ലൂർ ഹൈസ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സ്കൂളിൽ വച്ചു തന്നെ എഴുത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. ജ്യേഷ്ഠൻ MD നാരായണൻ നായർ, സ്കൂളിലെ സീനിയറും അയൽനാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം MD വാസുദേവൻ നായരിലെ വായനയെയും എഴുത്തിനെയും വിപുലമാക്കി. ആദ്യകാലത്ത് കവിതയായിരുന്നു, പിന്നീട് ഗദ്യത്തിലേക്ക് അത് മാറി. വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായിരുന്നു. രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ്. 1954 ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ MD വാസുദേവൻ നായർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു. നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ വന്ന ആദ്യ നോവൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് നാലുകെട്ടിന്. മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ MDക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചതും അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും MD മുൻകൈയെടുത്തായിരുന്നു. 1965 മുറപ്പെണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം. ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കവും ലഭിച്ചു. 50ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. അവയിൽ പലതിനും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. മിക്കതും വാണിജ്യപരമായ വിജയങ്ങളുമാണ്. കാലം, നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം, മഞ്ഞ്, പാതിരാവും പകൽ വെളിച്ചവും, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാർ എസ് സലാം, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതം ഗമയ, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, കാഥികന്റെ കല, കാഥികന്റെ പണിപ്പുര, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ലേഖന, ഗദ്യ, കഥ, നോവൽ സമാഹാരങ്ങൾ. അക്ഷരകുലപതിക്ക്, എഴുത്തിന്റെ പെരുന്തച്ഛന്, ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ആ കാലത്തിന്റെ സുഹൃതത്തിന് NTVയുടെ ഹൃദയാഞ്ജലി അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.